ബേക്കൻ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ ഒരു അടിപൊളി കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കുക്കീസാണ് കേട്ടോ. ഭയങ്കര മണമാണ് കേട്ടോ ഈ ഒരു കുക്കീസ്. മണം മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഇത് ബട്ടറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ബട്ടറിലോ നെയ്യിലോ ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മാർജറിൻ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. നമുക്കിത് എപ്പോഴും ബട്ടറും നെയ്യൊക്കെ നമുക്ക് എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുപയോഗിച്ചാണ് ഇന്ന് ഞാൻ കുക്കീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ ഞാൻ അതിൽ ചേർക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള അളവും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് കണ്ട ശേഷം അവസാനം കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ ഈ ഒരു കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ ഞാൻ ഇവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ പേടിക്കേണ്ട, 5 സ്പൂൺ അളവിൽ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ബട്ടറും അതുപോലെ തന്നെ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ബീറ്ററൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ടത്. ഇതുപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല മെൽറ്റായിട്ടുള്ള ബട്ടർ എടുക്കണം കേട്ടോ. നിങ്ങൾ നെയ്യ് എടുക്കുമ്പോഴായാലും അതുപോലെ തന്നെ ബട്ടർ എടുക്കുമ്പോഴായാലും നല്ല മെൽറ്റായിരിക്കുന്ന എടുക്കണം. അപ്പോൾ നല്ലതായിട്ട് സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലതുപോലെ ബീറ്റായി വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി വരും കേട്ടോ. അതുവരെ നിങ്ങൾ കുറച്ചായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് കേട്ടിരിക്കുകയാണ് മാർജറിൻ എവിടെ നിന്ന് കിട്ടുമെന്ന് കേൾക്കുന്നു. നമ്മളെ നാട്ടിലുള്ള ഷോപ്പുകളിൽ മാർജറിൻ കിട്ടുന്നത് 15 കിലോ പാക്കറ്റാണ് കിട്ടുന്നത് കേട്ടോ. എനിക്കിപ്പം കേക്കിൻ്റെ ഓർഡർ നമുക്ക് സീസൺ അല്ലാത്തത് കൊണ്ട് എനിക്കെടുത്ത് വയ്ക്കാനും പറ്റില്ല. ഇതിവിടെ നല്ലതുപോലെ സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് അളവിൽ മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ഇത്തിരി കട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളം ഒന്നും ചേർത്ത് കളയല്ലേ, വെള്ളവും പാലും ഒന്നും ചേർത്ത് കളയല്ലേ. അതിന് വേണം നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുകയാണ് കേട്ടോ. നല്ലതായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ട് മാർജറിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ എന്ന് കേൾക്കുന്നത്. മാർജറിൻ നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ നനഞ്ഞ സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്ന് മാർജറിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയാവും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എടുത്ത ശേഷം അത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പ് മാറ്റി എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറേ പേര് മാർജറിൻ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വലിയ പാക്കറ്റ് വാങ്ങിച്ച് അതിന് ഓരോ കിലോ വീതം നിങ്ങൾക്ക് ഇത് അയച്ചു തരാം കേട്ടോ. പക്ഷേ അത് കുറേ പേര് പറയണമെങ്കിൽ മാത്രമേ എനിക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നിച്ചെടുത്ത് വയ്ക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ കുറേ പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഒരു 14 പേരെയൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 15 കിലോ പാക്കറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. നമുക്ക് ആ ഓരോ കിലോയുടെ റേറ്റ് നമുക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ. പിന്നെ അതിന് നമുക്ക് ഡെലിവറി ചാർജും ആവും. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നിങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പം നമുക്ക് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. അല്ലാതെ വേറെ മാർജറിനൊക്കെ കടയിൽ കൊടുക്കുന്നുണ്ട്, അതൊന്നും കുക്കീസിന് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഓരോ കമ്പനിയുടെ പറയുന്നുണ്ട് ആ ഒരു മാർജറിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് 15-20 കിലോ പാക്കറ്റാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉരുട്ടുമ്പം പൊടിഞ്ഞു പോവേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ഉരുട്ടിയ ശേഷം ചെറുതായിട്ടൊന്ന് ചപ്പിച്ച് കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട്. അപ്പം നിങ്ങൾ കുഴയ്ക്കുന്ന മാവ് സോഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അതിൽ ഒരു തുള്ളി വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത്.
അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പാലൊന്ന് നമ്മൾ എടുത്ത ശേഷം അതിനൊന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പാല് ബ്രഷ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ, സോറി. അപ്പോൾ നിങ്ങളൊന്ന് പാല് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത ശേഷം വേണം നമ്മളിതിൻ്റെ പുറത്ത് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ ഓവൻ്റെ അനുസരിച്ചാണ് 20 മിനിറ്റ്. നിങ്ങൾ തൊടുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് പിതുങ്ങും, അത് കാര്യമാക്കണ്ട കേട്ടോ. നിങ്ങൾ അത് കറക്റ്റ് സമയമാണ്. 20 മിനിറ്റ് അല്ലെങ്കിൽ 22 മിനിറ്റ്, അതിൽ കൂടുതൽ വയ്ക്കണ്ട കേട്ടോ. 150 ഡിഗ്രിയിലാണ് 22 മിനിറ്റ് ഞാൻ വച്ചെടുത്ത കുക്കീസാണ്. നമ്മൾ കുക്കീസ് വെന്ത് വരുമ്പോൾ ഇതുപോലെ പരന്ന് നല്ലതായിട്ടിരിക്കും കേട്ടോ. ഇപ്പം നല്ലതായിട്ട് ചെറിയൊരു സോഫ്റ്റ് ഉണ്ട്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. അത് നല്ല തണുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇത് തണുത്താൽ മാത്രമേ നല്ല സെറ്റായിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുക്കീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ നല്ല മണം കേട്ടോ, ആ ഒരു ഏലക്കയുടെയും ബട്ടറിൻ്റെ ഒക്കെ ഭയങ്കര മണമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്താൽ നമ്മളെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അത് എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു അളവിൽ നമ്മൾ മാവൊക്കെ എടുത്ത് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു 9 10 കുക്കീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഓരോന്നിൻ്റെ അളവ് കൂട്ടി കൊടുത്ത് ചെയ്യാം. പിന്നെ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് അപ്പോൾ മാർജറിനൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളി കുക്കീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അതുമാത്രമല്ല, നിങ്ങൾ ഇതുപോലെ കുക്കീസും അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.